നമസ്കാരം. ആകാശത്തിലെ പറവകളെ കണ്ടിട്ടില്ലേ? അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും മനുഷ്യർ പരസ്പരം പറയുന്ന ഒരു വാക്കാണ്, നിനക്കത് മൃഗത്തിന്റെ സ്വഭാവമാണ്. ഒരു മൃഗത്തിന്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം? ഇന്ന് ഞാൻ ഇവിടെ ഈ വിഷയം സംസാരിക്കാനുള്ള കാരണം തന്നെ ഒരു പശു പ്രസവിച്ച കഥയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും, ഒരു പശു പ്രസവ കഥ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന്. കാര്യമുണ്ട്. എന്റെ പറമ്പിൽ നിന്ന പശു. ആ പശു ഒരു ദിവസം പ്രസവിച്ചതാരെയാ? ഒരു കാളക്കുഞ്ഞിനെ. ആ കാളക്കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു കാളക്കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് പകരം ഒരു പെൺകിടാവിനെ ആയിരുന്നു എങ്കിൽ പെൺകുട്ടി അവള് വളരും, പാല് തരും, അവള് വേറെ കുഞ്ഞിനെ പ്രസവിക്കും, പിന്നെ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ തലമുറ കണ്ടിന്യൂ ചെയ്ത് പോകാം. പക്ഷേ അവിടെ ഒരു ആൺകുട്ടി ആയതുകൊണ്ട്, അതായത് ഒരു കാളക്കുട്ടി ആയതുകൊണ്ട് അവർക്ക് ഇതിനെ തീറ്റി പോറ്റി വളർത്തി വിൽക്കാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് കാളക്കുട്ടീനേക്കാൾ നല്ലത് ഒരു പശുക്കിടാവാണ് എന്ന് വീട്ടുകാർ